ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതിയിൽ നിന്നുള്ള മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2020 മുതൽ ഭരണഘടനാ ഭേദഗതിയിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഇപ്പോൾ LDC എക്സാമിൻ്റെ ഹോട്ട് ടോപ്പിക്കാണ്. എല്ലാ എക്സാമുകളിലും ഇപ്പോൾ PSC റിപ്പീറ്റഡായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് അതിൽ തന്നെ 106 ഭേദഗതിയാണ്. അതൊരു കറണ്ട് അഫെയർ കൂടിയാണ്. ഇപ്പോൾ റീസെൻ്റായി വന്നിട്ടുള്ളതാണ് 106 ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 4 എക്സാമുകളിലായിട്ട് PSC ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ ക്വസ്റ്റിനും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സുമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള 1 മാർക്ക്, ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ള 1 മാർക്ക് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവെച്ചിരിക്കുന്നത്? അപ്പോൾ ഇതാണ് നമ്മുടെ 106 ഭരണഘടനാ ഭേദഗതി നിയമം. 2023 106 ഭരണഘടനാ ഭേദഗതി നിയമം പറയുന്നത് എന്താണ്? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ദേശീയ തലസ്ഥാന പ്രദേശമായിട്ടുള്ള ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുക. അതാണ് 106 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്തായി? 106 ഭരണഘടനാ ഭേദഗതി എന്താണ്? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുക. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ആ ഭരണഘടനാ ഭേദഗതിയുടെ പേര്. ഇനി ഇത് എത്രാമത്തെ ബില്ലായിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 128ാമത്തെ ബില്ലായിട്ടാണ്. അപ്പോൾ 106ാമത്തെ ഭേദഗതി 128ാമത്തെ ഭേദഗതി ബില്ലായിട്ടാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയത്. ലോകസഭ എന്നാണ് പാസാക്കിയത്? 2023 സെപ്റ്റംബർ 20-നാണ്. ഇനി രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28-നുമാണ്. അപ്പോൾ അതിൽ കുറച്ച് ഡേറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ഇത്? ലോകസഭയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്, ലോകസഭയിലെ ഈ 106 ഭേദഗതി ബില്ല്, 106 ഭേദഗതി നിയമത്തിൻ്റെ അവതരിപ്പിച്ചത് 2023 സെപ്റ്റംബർ 19-നാണ്. ആരാണ് അവതരിപ്പിച്ചത്? കേന്ദ്ര നിയമമന്ത്രി ആയിട്ടുള്ള അർജുൻ റാം മേഘ്വാൾ ആണ്. 2023 സെപ്റ്റംബർ 19-ന് ഇത് ലോകസഭയിൽ അവതരിപ്പിച്ചത്. ഇനി ലോകസഭ പാസ്സാക്കിയ ഡേറ്റ് 2023 സെപ്റ്റംബർ 20. ചോദിച്ചിട്ടുള്ളതാണ് 2023 സെപ്റ്റംബർ 20. 19-ന് അവതരിപ്പിച്ചു, 20-ന് പാസ്സാക്കി, രാജ്യസഭ 21-ന് പാസ്സാക്കി. അപ്പോൾ 19-ന് അവതരിപ്പിക്കുന്നു, 20-ന് ലോകസഭ പാസ്സാക്കുന്നു, 21-ന് രാജ്യസഭ പാസ്സാക്കുന്നു, 28-ന് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. ആരായിരുന്നു രാഷ്ട്രപതി? ദ്രൗപദി മുർമു ആയിരുന്നു രാഷ്ട്രപതി. ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാ? ദ്രൗപദി മുർമുവാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയി. എന്താ? 106ാമത്തെ ഭേദഗതി, സ്ത്രീകൾക്ക് 1/3 സംവരണം. പിന്നെ 128ാമത്തെ ബില്ലായിട്ടാണ്. അതിൻ്റെ പേര് നാരി ശക്തി വന്ദൻ അധിനിയമാണ്. പിന്നെ ലോകസഭയിൽ അവതരിപ്പിച്ച ഡേറ്റ്, പാസ്സാക്കിയത് രാജ്യസഭ പാസ്സാക്കിയത്, രാഷ്ട്രപതി ഒപ്പുവെച്ച ഡേറ്റ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്താണ്? എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഭേദഗതിയിലൂടെ വരുത്തിയത് എന്നാണ്. അപ്പോൾ ഇതിലത്തെ ആൻസർ എന്ന് പറയുന്നത് 1ഉം 2ഉം ശരിയാണ്. ഭേദഗതി ചെയ്ത ആർട്ടിക്കിളാണ് 239AA. ഇനി ആഡ് ചെയ്ത ആർട്ടിക്കിളാണ് 330Aയും 332Aയും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ഈ ഒരു ഭേദഗതിയിൽ നമ്മൾ 3 ആർട്ടിക്കിളുകളാണ് ആഡ് ചെയ്തത്. 3 ആർട്ടിക്കിളുകൾ ആഡ് ചെയ്തു. ഒരു ആർട്ടിക്കിളിൽ എന്ത് ചെയ്തു? ഭേദഗതി വരുത്തി. ഇപ്പോൾ ടോട്ടൽ 4 ആർട്ടിക്കിളുകളിലാണ് മാറ്റങ്ങൾ വന്നത്. 3 എണ്ണം ആഡ് ചെയ്തു. 3 എണ്ണമാണ് പുതിയതായി ആഡ് ചെയ്തത്. ഒരെണ്ണത്തിന് എന്താണ് വരുത്തിയത്? ഭേദഗതി വരുത്തുകയാണ് ചെയ്തത്. ഒരെണ്ണത്തിന് ഭേദഗതി വരുത്തി. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്തതാണ് 330Aയും
332 334 ആഡ് ചെയ്തത് ഏതൊക്കെയാണ്? ആഡ് ചെയ്തത് 330A 332A 334A ഇതെല്ലാം ആഡ് ചെയ്ത ആർട്ടിക്കിളുകളാണ്. ഇനി ഭേദഗതി വരുത്തിയത്, മാറ്റം വരുത്തിയ ആർട്ടിക്കിളാണ് 239AA 239AA എന്ന് പറയുന്ന ആർട്ടിക്കിളിനാണ് എന്ത് വരുത്തിയത്? ഭേദഗതി വരുത്തിയത്. അപ്പോൾ 330A എന്താണ് പറയുന്നത്? റിസർവേഷൻ ഓഫ് വുമൺ ഇൻ ലോകസഭ, ലോകസഭയിലെ സ്ത്രീകളുടെ സംവരണത്തെ പറ്റിയാണ് 330A പറയുന്നത്. 332A പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള സ്ത്രീകളുടെ റിസർവേഷൻ. ഇത് ലോകസഭയിലെ റിസർവേഷനെ പറ്റിയും ഇത് ഓരോ സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ റിസർവേഷനെ പറ്റിയുമാണ് പറയുന്നത്. ഇനി 239AA ഇത് ഭേദഗതി വരുത്തിയ ആർട്ടിക്കിളാണ്. അപ്പോൾ ഓൾറെഡി ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 239AA എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അതെന്താണ്? ഡൽഹിക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകിയിരുന്ന ആർട്ടിക്കിളാണ് 239AA എന്ന് പറയുന്നത്. 239AA എന്ന് പറയുന്നത് ഡൽഹിക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകുന്ന ആർട്ടിക്കിളാണ്. അതിലേക്ക് നമ്മളൊരു ഭേദഗതി വരുത്തി, അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ആഡ് ചെയ്തു. ഇത് എവിടെയാണ് ആഡ് ചെയ്തത്? 239AA ക്ലോസ് 2 സബ് ക്ലോസ് ബിയിലാണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിൾ പറയുന്നത് എന്താ? ഡൽഹിക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകിയിരുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ അതിലെ ക്ലോസ് 2 സബ് ക്ലോസ് ബിയിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്തു. എന്താണ് പറയുന്നത്? ഇതിൽ ആഡ് ചെയ്തത് ഡൽഹി നിയമസഭയിലും സ്ത്രീകൾക്ക് 1/3 സീറ്റ് സംവരണം. ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, ഡൽഹി നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 1/3 സീറ്റ് ആർക്കാണ്? സ്ത്രീകൾക്ക് സംവരണം ചെയ്യുക. ആ ഒരു കാര്യമാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിന് മാറ്റം വരുത്തുകയാണ് ചെയ്തത്. ഇത് നമ്മൾ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആർട്ടിക്കിളുകളാണ്. ഇത് ലോകസഭയിലെ സംവരണം, ഇത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സംവരണം, ഇവിടെ എന്താ? ഡൽഹിയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സംവരണം. ഇനി 334A ഇതും പുതിയതായി ആഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സംവരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? 1/3 സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യണം. പക്ഷേ ഇത് എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്? ഇത് എന്ന് തൊട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്? എപ്പോൾ തൊട്ടാണ് നമുക്ക് ഈ സംവരണം നടപ്പിലാക്കാൻ കഴിയുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം സെൻസസ് നടപ്പിലാക്കുകയും അതിനെ ബേസ് ചെയ്ത് ഡീലിമിറ്റേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ ഈ സംവരണം നടപ്പിലാക്കാൻ കഴിയൂ. അപ്പോൾ അതായത് ഇപ്പോൾ ഈ സംവരണം ഇല്ല. ഈ സംവരണം നമുക്ക് എപ്പോഴാണ് നടപ്പിലാക്കാൻ പറ്റുന്നത്? ഇത് ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം സെൻസസ് ആദ്യം നടത്തണം. പിന്നെ ആ സെൻസസിനെ ബേസ് ചെയ്തിട്ട് ഡീലിമിറ്റേഷൻ പ്രോസസ്സുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഈ ഒരു സംവരണം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത് 334A എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ്. 334A എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഇതുകൂടാതെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? ഈ നിയമത്തിൽ വ്യവസ്ഥകൾ അനുസരിച്ച്, ഈ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ച് ലോകസഭയിലും നിയമസഭയിലും സ്ത്രീകൾക്കുള്ള കോട്ട അല്ലെങ്കിൽ ഈ സംവരണം നമ്മൾ പറഞ്ഞു, ഈ സെൻസസ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഇത് നടപ്പിലാക്കുന്നത്. ആ സംവരണം എത്ര വർഷത്തേക്കാണ്? 15 വർഷത്തേക്കാണ് തുടരുന്നത്. ഓക്കെ, 15 വർഷത്തേക്ക്. അപ്പോൾ 15 വർഷത്തേക്കാണ്, ആ വർഷം ഓർത്തിരിക്കണം, 15 വർഷത്തേക്കാണ് ഇത് തുടരുന്നത്. പിന്നെ വേണമെങ്കിൽ പാർലമെൻറ്റിന് എന്താണ് ഈ കാലാവധി നീട്ടാനായിട്ട് കഴിയും. വേണമെങ്കിൽ ഈ കാലാവധി നീട്ടാം. ഇപ്പോൾ പ്രസൻ്റ്ലി പറഞ്ഞിട്ടുള്ളത് 15 വർഷത്തേക്കാണ് ഈ സംവരണം അനുവദിച്ചിട്ടുള്ളത്. സംവരണം എപ്പോഴേ നടപ്പിലാക്കുള്ളൂ? സെൻസസ് നടത്തിയതിന് ശേഷം, ഡീലിമിറ്റേഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഇത് നടപ്പിലാക്കുള്ളൂ. 15 വർഷം വരെയാണ് ഈ സംവരണം തുടരുക. വേണമെങ്കിൽ പാർലമെൻറ്റിന് എന്തുകൂടെ ചെയ്യാം? ഇതിൻ്റെ കാലാവധി നീട്ടാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്നത്, ഇപ്പം 106 ഇത്രയും പോയിൻറ്റ്സ്, ഈ 3 ഭേദഗതികൾ ആഡ് ചെയ്തു, ആർട്ടിക്കിളുകൾ ആഡ് ചെയ്തു. ലോകസഭയിലെ സംവരണം, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സംവരണം, പിന്നെ ഇത് എപ്പോഴാണ് നടപ്പിലാക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ളതും ആഡ് ചെയ്തു. ഭേദഗതി വരുത്തിയത് ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ റിസർവേഷൻ്റെ കാര്യമാണ്. ഇനി 106 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 സീറ്റുകൾ സ്ത്രീകൾക്കാണ് അല്ലെ? 1/3 സീറ്റുകൾ സ്ത്രീകൾക്കാണ്. ഇത് ജനറലി ഉള്ള സംവരണമാണ്. അപ്പോൾ ജനറലി നമ്മൾ 1/3 സീറ്റ് വുമൺസിന് കൊടുക്കുന്നു. പിന്നെ ഓൾറെഡി നമുക്ക് എന്തുണ്ട്? SC/ST വിഭാഗക്കാർക്ക് ഓൾറെഡി ഒരു സംവരണം ഇപ്പോൾ ഉണ്ട്. നിലവിൽ നമ്മൾ SC/ST വിഭാഗക്കാർക്ക് ഒരു സംവരണം ഉണ്ട്. അപ്പോൾ ഇനി മുതൽ എന്താണ്? ഈ SC/ST സംവരണക്കാർക്കുള്ള, അതായത് നിലവിലുള്ള സംവരണത്തിൽ ഈ SC/STയിലെ നിലവിലുള്ള സംവരണത്തിൽ 1/3 എന്തിനു കൊടുക്കണം?
സ്ത്രീകൾക്ക് കൊടുക്കണം. ഇത് ജനറലി പറയുന്ന കാര്യമാണ്. അതായത് 106-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 1/3 സീറ്റ് സ്ത്രീകൾക്ക് കൊടുക്കണം. അത് ജനറലി ഉള്ള കാര്യം. മൊത്തത്തിൽ 1/3 സീറ്റ് സ്ത്രീകൾക്ക് കൊടുക്കണം. ഇനി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന SC/ST-കാർക്കുള്ള റിസർവേഷൻ, ഓൾറെഡി SC/ST-കാർക്ക് കുറച്ച് സീറ്റുകൾ റിസർവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലും 1/3 ആർക്ക് കൊടുക്കണം? സ്ത്രീകൾക്ക് കൊടുക്കണം. അതും കൂടി ഈ 106-ാം ഭേദഗതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. ജനറലി 1/3 സീറ്റ് സ്ത്രീകൾക്കാണ്. പിന്നെ SC/ST റിസർവേഷനിൽ SC/ST-കാർക്ക് പ്രത്യേകം അതിൽ 1/3 സീറ്റ് ആർക്കാണ്? സ്ത്രീകൾക്കാണ്. അപ്പോൾ ഇത്രയും പോയിന്റ് 106-ാം ഭേദഗതിയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു പോയിന്റ് പോലും വിടാതെ പഠിക്കുക.